Priya's Dreams from ലക്ഷദ്വീപ്. നമ്മൾ ലക്ഷദ്വീപിലെ അഗാദി ഐലൻഡിൽ എത്തിയേക്കുകയാണ്. ഇപ്പം സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ വെൽക്കം ടു അഗാദി എന്ന് കാണുന്നുണ്ടല്ലോ. ഇവിടെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഷിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു ഇച്ചിരി അരമണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. എന്നാലും നല്ല രസമായിട്ട് ഞങ്ങൾ ലക്ഷദ്വീപിൽ ലാൻഡ് ചെയ്തു. ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ പ്ലസൻറ്റ് ക്ലൈമറ്റ് ഒന്നും അല്ല, നല്ല വെയിലുണ്ട്. കാരണം നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ എത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഈ തൊപ്പിയും കണ്ണാടിയൊക്കെ വെച്ച്. കാരണം എനിക്ക് മൈഗ്രെയിൻ തുടങ്ങിയാൽ പിന്നെ തലവേദന എടുത്ത് ഭയങ്കര തലകറക്കവും ഛർദിലും ഒക്കെ ആവും. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും ഈ കണ്ണാടിയും തൊപ്പിയൊന്നും ഇല്ലാതെ പറ്റത്തില്ല. നല്ല വെയിലാണ്, നല്ല ചൂടുമുണ്ട്, നല്ല ചൂടുള്ള വെയിൽ. പിന്നെ എത്തിയ ഉടനെ ഞങ്ങളെ ഈ കോടിയില തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് പാക്കേജ് എടുത്തതെന്ന് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ. അപ്പം അവരുടെ സ്നോർക്കലിംഗ് കയാക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം സ്നോർക്കലിംഗ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സെപ്പറേറ്റ് പേ ചെയ്ത് പോകാം. അപ്പം ഇവിടെ ഇപ്പം അവിടെ ആ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളെ ഒരു ബോട്ടിൽ എത്തിച്ച സ്ഥലത്തു നിന്ന് ഒരു ടാക്സിയിൽ ഇവിടെ അഗാദി ഒരു ബീച്ചിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീച്ചിൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടുന്ന് കുറേ ആക്ടിവിറ്റീസൊക്കെ കാണുന്നു. ഇതിൻ്റെ പേര് ഉലാക്ക മുട്ടെന്നാണ് കേട്ടോ. ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം ടയേർഡായി. ഞാൻ നേരെ വന്ന മുള്ളിയാണ് എന്നെ ഇതിനകത്തോട്ട് കയറുമെന്ന് പറയുമായിരുന്നു. മണ്ണിൽ ചെയ്തുകൊണ്ടാണോ എന്തോ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ ആ മുള കാലിനകത്ത് തട്ടാതെയും കെയർഫുൾ ആവണമല്ലോ. ചെരുപ്പ് ഊരിയിട്ടൊക്കെ ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഉലാക്ക മുട്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് വരുന്നുണ്ടാവും. അവർക്ക് മലയാളികളെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇവിടെ ലക്ഷദ്വീപിലെ മലയാളികളാണല്ലോ കൂടുതലും. ലക്ഷദ്വീപിൽ മറ്റേ ഫേമസ് ആയിട്ടുള്ള ഐലൻഡ് കവരാത്തി ഐലൻഡാണ്. അവിടെയാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ്, പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഒക്കെ കുറേ അവിടെയാണല്ലോ ഷൂട്ട് ചെയ്തതൊക്കെ. സിനിമയുടെ പേര് എനിക്കിപ്പം പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല. ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. ആ സിനിമ കണ്ടിട്ടാണ് ആക്ച്വലി എനിക്ക് ലക്ഷദ്വീപിനോടൊരു സ്നേഹം വന്നത്. ലക്ഷദ്വീപിൽ വെച്ച് ആ ഷൂട്ട് ചെയ്ത പൃഥ്വിരാജിൻ്റെ സിനിമ കണ്ടിട്ടപ്പോൾ തൊട്ടാണ് എനിക്ക് ലക്ഷദ്വീപിൽ പോകാനൊരു ആഗ്രഹം വന്നത്. ആക്ച്വലി അപ്പം തൊട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് അപ്പം തൊട്ട് തോന്നി തുടങ്ങിയതാണ്. പിന്നെ നമ്മുടെ വീഡിയോസിൽ കുറേ പേര് കമൻറ്റ് ചെയ്തവർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാകും ലക്ഷദ്വീപ് വ്ളോഗ് എപ്പോഴെങ്കിലും ചെയ്യണേ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഈ ബീച്ചിലെ കാഴ്ചകൾ. ഞാൻ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിന് നിന്ന് കാണിക്കാം. ഇതാണ് മൊത്തം ഒരു റൗണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓരോ കൗണ്ടറിങ്ങിനും സ്നോർക്കലിംഗ്, ഗ്ലാസ് ബോട്ടം, കയാക്കിംഗ്, അങ്ങനെ ഓരോരോ ടേബിളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കൗണ്ടറിൽ ചെന്ന് നമുക്ക് ബുക്ക് ചെയ്യാം ഏതൊക്കെ ആക്ടിവിറ്റീസിനാണ് പോകേണ്ടതെന്ന്. ഹോം മെയ്ഡ് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുവാണ് കേട്ടോ ചേച്ചിമാർ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തേലും വേഗം തീരുന്നുണ്ട്, നോക്കട്ടെ. നല്ല ഫിഷ് കട്ട്ലറ്റ് കഴിച്ചു, കരിക്ക് പൊട്ടിച്ച് കുടിച്ചു. ഫിഷ് കട്ട്ലറ്റൊക്കെ നല്ല ഒന്നാന്തരം ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ചേച്ചിമാർക്ക് നല്ല കൈപ്പുണ്യം തോന്നുന്നു. ഫിഷ് ബിരിയാണി ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ വിശക്കുന്നില്ല. പിന്നെ ഫിഷ് കട്ട്ലറ്റ് കണ്ടുകൊണ്ട് കൊതി വന്നു. കരിക്ക് കുടിച്ചിട്ട് കരിക്ക് പൊട്ടിച്ച് തന്നു ഇവർ. ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അപ്പം ടൗണിനകത്ത് എല്ലാ സ്ഥലത്തോട്ടും അവർ കൊണ്ടുപോകും. പെർ അവർ 700 റുപ്പീസാണ്. പിന്നെ എക്സ്ട്രാ ടൈമിന് അവർ 125 അങ്ങനെ എങ്ങാണ്ടാണ് ചാർജ്. അപ്പം മെയിൻ സ്ഥലത്തോട്ടെല്ലാം അവർ കൊണ്ടുപോകും. നമ്മൾ പറയുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് പറയാം. ഓട്ടോ ചേട്ടൻ ആ ലക്ഷദ്വീപിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അറിയാമോ, നമ്മൾ ആദ്യം എങ്ങോട്ടാ പോണേ? ഇത് നമ്മുടെ നാട്ടുകാർ കുളിക്കാറുണ്ട്. അവർക്ക് നീന്താനും പഠിക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ നമ്മുടെ ലോക്കൽസ് ആകുമ്പോൾ നമുക്ക് അറിയാം. അല്ലാത്തവരെ അപ്പോൾ ഇവിടെ ഇറക്കുമോ ആൾക്കാർ? ജസ്റ്റ് നമ്മുടെ ഇതുവരെയൊക്കെ ജസ്റ്റ് ഇവിടെ ആരെയും ലൈഫ് ഗാർഡൊന്നും ഇല്ല. വലിയ മദർ ബോട്ട് ഇവിടെ ഇടിച്ച് കയറിയിട്ട് ഇവിടെ അതിൻ്റെ ബാക്കിയാണ്. അതിൻ്റെ ബാക്കിയാണ്.
അതൊക്കെ കുറെ വർഷമായില്ലേ. എന്താണ് മുരളിയേട്ടാ, എന്തിന്റെയാണ്? ഓക്കി എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് പണ്ട് വന്നതല്ലേ? അതിപ്പോ ഒരു ബോട്ടാണ് മദർ ഫിഷിംഗ് ബോട്ട്. അത് കര അടിച്ചു പോയി. ഓ, അതിന്റെ അവശിഷ്ടങ്ങളാണല്ലേ? ആണ് ഈ കിടക്കുന്നത്. ഓ, അപ്പൊ അതിനകത്ത് ആൾക്ക് വല്ല ദിവസം പറ്റുമോ? ആളുകൾക്ക് ഒന്നും പറ്റിയില്ല. അവർ സേഫ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് ഇതിന്റെ അടുത്തായിരുന്നു. വരുമ്പോൾ അവർ കടലിലോട്ട് ചാടി. ഇപ്പൊ നേരത്തെ നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കി എന്നൊരു ചുഴലിക്കാറ്റ് വന്നപ്പം ഒരു ബോട്ട് ഇങ്ങോട്ട് ഇടിച്ച് കയറിയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. അവിടെ കുറച്ചായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കിടപ്പുണ്ട് കേട്ടോ. ലക്ഷദ്വീപില് 36 ഐലൻഡ്സ് ഉള്ളതിൽ കവരാത്തിയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. അറൌണ്ട് 13,000 ആണ് കവരാത്തിയിലെ പോപ്പുലേഷൻ. അഗാത്തിയിൽ 7,000 ആണ് പോപ്പുലേഷൻ. ഇവിടെ പെട്രോൾ പമ്പ് ഒന്നും സ്വന്തമായിട്ടില്ല. ഇപ്പം അവർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തൽക്കാലം പെട്രോളൊക്കെ കൊച്ചിനിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുവാണ്. ഇവിടെ ഇഷ്ടം പോലുള്ളത് മീനും തേങ്ങയാണ്. കാരണം തെങ്ങ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ലക്ഷദ്വീപിലെ ഒരു കുഞ്ഞ് അക്വേറിയമാണ്. അതെന്താണ്, കുഞ്ഞ് മീൻ പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇതൊക്കെ മുട്ടയിടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് മുട്ടയിടാൻ വെച്ചേക്കുന്നു. മുട്ടയിട്ടത് ഇങ്ങനെ വലുതായി വരുന്നു. ഷ്രിമ്പാണ്, അതിൻ്റെ കൊമ്പാണ് അറ്റത്ത് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ മര പോലെ കാണുന്നത് അതിൻ്റെ കൊമ്പാണ്. ഇത് ഫിഷാണ്. ഇതിൻ്റെ പേരെന്താണ്? ക്ലോൺ ഫിഷോ? ഇത് വെറൈറ്റി ക്ലോൺ ഫിഷാണ് കേട്ടോ. ഇതാണ് അഗാത്തി എയർപോർട്ട്. ലക്ഷദ്വീപിൽ അഗാത്തിയിലാണ് എയർപോർട്ട് ഉള്ളത്. മൊത്തം 36 ഐലൻഡ്സ് ആണ് ലക്ഷദ്വീപിലുള്ളത് കേട്ടോ. അതിൽ 10 ഐലൻഡിൽ മാത്രമേ ആൾ താമസമുള്ളൂ. നമുക്കിപ്പം എയർപോർട്ടിനകത്ത് ഏതായാലും കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം പുറത്തുനിന്ന് എല്ലാവരെയും കാണിച്ചു തരാം, എനിക്കും കാണാം. അങ്ങനെ ഓട്ടോ പിടിച്ച് ലക്ഷദ്വീപിലെ അഗാത്തി ടൗൺ മുഴുവൻ കറങ്ങി നടന്ന് കണ്ടു. ഓൾമോസ്റ്റ് എല്ലായിടവും ഒക്കെ കണ്ടു. ലക്ഷദ്വീപിൽ ഡ്രൈ ഫിഷ് ഉണ്ടാക്കുന്ന, ഉണക്കമീൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പിന്നെ ഞങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. അക്വേറിയം കണ്ടു. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കണ്ടു എന്ന് തോന്നുന്നു. മോഡിജിയുടെ ഒരു വലിയ കട്ടൗട്ടതേ ഞാൻ കൈ ചൂണ്ടുന്ന സ്ഥലത്ത് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന ഓട്ടോ കേട്ടോ. 4 പേര് ഇടിച്ച് എൻ്റെ സ്ഥലം. ഞാൻ എവിടെ ഇരിക്കും? അതെ അതെ അതെ. മോഡിജിയുടെ കട്ടൗട്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മോഡിജി ഇവിടെയൊക്കെ വന്ന് ഇവിടെയൊക്കെ പ്രസംഗം നടത്തി എന്നാണ് ഇവിടെ ഒക്കെ ഉള്ള ചേട്ടന്മാർ പറഞ്ഞത്. ഇവിടെയൊക്കെ പന്തലിട്ടിരുന്നല്ലേ? ഇത് അന്താൻ ബീച്ച്, അടുത്ത ഒരു ബീച്ചാണ്. മുരളിയേട്ടൻ്റെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈയൊക്കെ പുറയിൽ വെച്ച് മുരളിയേട്ടൻ്റെ ചിറകാക്കി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. രശ്മിയെ ചിറക് പിടിപ്പിക്കുക കേട്ടോ. പക്ഷിയാക്കി ചിറക് പിടിപ്പിച്ചു രശ്മിയെ. രശ്മിക്ക് പിന്നെ വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ സെഷനൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഗിരിച്ചേട്ടനും രശ്മിയാക്കി ഇങ്ങനെ ഫോട്ടോസ് എടുക്കുവാണ്. ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഒരു രസമല്ലേ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ഇവിടെയും പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അതും ഒക്കെ നല്ല ഫോട്ടോ പോയിൻ്റാണ്. ചുമ്മാ ഓരോ ആഗ്രഹങ്ങൾ. ഞങ്ങളെ കൊണ്ടുവിട്ട സ്ഥലത്ത് തിരിച്ചെത്തിയേക്കാണ്. രശ്മി നീന്താനുള്ള വെപ്രാളത്തിൽ ഓടിച്ചാടി കടലിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അതെ, ഇറങ്ങിയിട്ടില്ല. ആവേശം മൂത്ത് അതിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. എന്തും സംഭവിക്കാം. ഞങ്ങള് ഓട്ടോ ചേട്ടനും ബൈ ബൈ ഒക്കെ പറഞ്ഞ് വരുന്നതിന് മുന്നേ മിക്കവാറും ഇറങ്ങി കാണണം. ഞങ്ങൾ കടലിലോട്ട് പോകുന്നേ ഉള്ളൂ. നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു ആ ചേട്ടൻ. അപ്പൊ നമ്പറൊക്കെ സേവ് ചെയ്തിന് ആരെങ്കിലും വരികയാണെങ്കിൽ ചേട്ടന്റെ റെഫറൻസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ തന്നു. വേണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. ലക്ഷദ്വീപ് ഈ വ്ളോഗിന്റെ താഴെ ഞാൻ ഓട്ടോ ചേട്ടന്റെ നമ്പറും പേരും കൊടുത്തേക്കാം. ആരെങ്കിലും ലക്ഷദ്വീപിൽ വരുമ്പം ഓട്ടോ ബുക്ക് ചെയ്യാനായിട്ട്, ലക്ഷദ്വീപിൽ അഗാത്തി ഐലൻഡ് വരുമ്പം ഓട്ടോ ബുക്ക് ചെയ്യാനായിട്ട് ആ ചേട്ടനെ വിളിച്ചോളൂ. പാവം ചേട്ടനല്ലേ, ചേട്ടനൊരു വരുമാന മാർഗമാവും. അപ്പം ഓട്ടോ വേണമെങ്കിൽ ആ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. പിന്നെന്താണ് അതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് രശ്മി ഓടി ഞാൻ പോട്ടെ അവന് പൊക്കോന്ന് പറഞ്ഞു വെള്ളത്തിലോട്ട് പോയെന്ന് തോന്നുന്നു. എനിക്ക് വീണ്ടും വിശക്കുന്നു. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചില്ലേ, എന്നാ എനിക്കൊരു ഇലയടതാ. ഇരിക്കുന്നു വേണ്ട. മുരളിയുടെ വേണോ? മുരളിയുടെ പൈസ കൊടുക്കും. എത്രയാ ആ പൈസ കേട്ടോ? പോകാൻ തോന്നുന്നു ലക്ഷദ്വീപിന്ന്.
അന്ന് ചോറും ഡാൽക്കറിയും പിക്കിളും അല്ലേ? ഇയാളല്ലേ ടീച്ചറാന്ന് പറഞ്ഞേ? ആ രാവിലെ കണ്ടിട്ടാ പോയെ. Feel this pain, you already know. Turn that to gains, let my money show. I've got these things that I can't let go. Watch me turn this life into something that you can never own. So fight and die for the things you know you love. Do what you think is right and see life do what you want. So fight and die for the things you know you love. Do what you think is right and see life. കൊറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. നമുക്ക് വെള്ളത്തിൽ കളിച്ച് കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് തുള്ളിച്ചാടുന്ന കണ്ടു. 2 മിനിറ്റ് ഓളം കളിച്ചു. അതിലത് എത്ര വീഡിയോയിൽ വരുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറെ നേരം കളിച്ചു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അഗാത്തി പരിപാടി ഏതാണ്ട് തീരാറായി. ഇപ്പൊ 5 മണിയായി. ഞങ്ങൾക്കൊരു 15-20 മിനിറ്റ്സിനകം പോകാനുണ്ട്. രശ്മിയെ വെള്ളത്തിൽ നിന്ന് പൊക്കി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വിട്ടിട്ടുമുണ്ട്. അതെ. അപ്പൊ നമുക്ക് അഗാത്തിന്ന് നല്ല ഫുള്ള് അഗാത്തി ജസ്റ്റ് ഒന്ന് കാണിച്ചു. നേരത്തെ പറഞ്ഞല്ലോ നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു. മൊത്തത്തിലൊന്ന് കാണിച്ചു തന്നു. ഞങ്ങൾ ആ മറ്റേ അറ്റം വരെ പോയി, എയർപോർട്ടിന്റെ അറ്റം വരെ പോയി തിരിച്ച് ഇപ്പുറത്തെ അറ്റം. അപ്പോൾ ബൈ ഫ്രം ലക്ഷദ്വീപ് വ്ലോഗ്. ഇനിയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ബൈ.